ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് വളരെ വിഷമത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ ഒരു കണ്ടന്റ് ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ് യൂട്യൂബിൽ വീഡിയോ ആയിട്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ ഗവൺമെന്റിന്റെയൊക്കെ ഒരു അനാസ്ഥയും അവരുടെ ഒരു താല്പര്യമില്ലായ്മയും കാരണം ചെയ്തു പോവും, സംസാരിച്ചു പോവും. കാരണം അങ്ങനത്തെ വിഷ്വൽസ് ആണ് നമ്മളിപ്പോൾ ഈ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 31 3 മണിക്ക് നമുക്ക് റെഡ് അലേർട്ട് വന്നു, കടലിൽ പോകാൻ പാടില്ല, വൈകുന്നേരം 3 മണിക്ക്. പക്ഷേ അതിനു മുന്നേ കടലിൽ പോയ ആ കുടുംബത്തിലെ സഹോദരങ്ങൾ, അല്ലെ ആ കുട്ടികളുടെ അച്ഛൻ, ആ അമ്മയുടെ മകൻ, ആ സഹോദരിയുടെ ഭർത്താവ്, ഇവരെല്ലാം ഉപജീവന മാർഗത്തിനായി കടലിൽ പോയപ്പോൾ നമ്മുടെ സിസ്റ്റം ഫെയിൽ ആയതിന്റെ ഏറ്റവും വലിയ തെളിവാണ് റെഡ് അലേർട്ട് വന്നിട്ടും അവരെ നമുക്കിത് അറിയിക്കാൻ പറ്റാതെ പോയത്. കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞ് നടക്കുന്ന ടീം എന്ത് പിണ്ണാക്കാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ അപകടം പറ്റി എന്നറിഞ്ഞ് 12 മൈലിനപ്പുറം അപകടം പറ്റി എന്നറിഞ്ഞിട്ട് 4 മൈൽ പോയിട്ട് തപ്പി അവർക്ക് ഛർദ്ദിക്കാൻ വന്നതിന് തിരിച്ചു വന്നു. വെറും 4 മൈൽ പോകാൻ കഴിവില്ലാത്ത ആൾക്കാരെയാണോ കോസ്റ്റ് ഗാർഡായിട്ട് ഈ ഗവൺമെന്റ് വെച്ചേക്കുന്നത്? ഇപ്പൊ പലരും ചോദിക്കും, കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്തെന്ന്. കഴിഞ്ഞ 10 വർഷത്തെയും ഈ 3 മാസത്തെയും കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു പാർട്ടിയുടെയും സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആളല്ല, ഞാൻ നിഷ്പക്ഷമായ കാര്യം പറയുന്ന ആളാണ്. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 102 സീറ്റ് തന്ന് UDF ജനങ്ങളെ തെരഞ്ഞെടുത്ത് കേരളത്തിന്റെ അധികാരം ഏൽപ്പിച്ചത്. എന്നിട്ട് ഇപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ സർക്കാർ ഒന്നും ചെയ്തില്ലല്ലോ, അത് കുഴപ്പമില്ലല്ലോ. വെറും അണികൾ, അടിമകളായ വെറും ഇത്തിൽ കണ്ണി അടിമകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ആ കുട്ടികളുടെയും അല്ലെ ആ സ്ത്രീകളുടെ വീഡിയോയുടെ അടിയിൽ വന്ന് വെറും തന്തയില്ലായ്മയാണ് കമന്റ് ഇട്ടിട്ട് പോകുന്നത്. വെറും തന്തയില്ലായ്മ. എടാ, നിന്റെയൊക്കെ വീട്ടിലുണ്ടല്ലോ ഈ ഒരു അവസ്ഥ വരുമ്പോഴേ നീയൊക്കെ പഠിക്കത്തുള്ളണം മക്കളെ. വെറും തന്തയില്ലായ്മ. ഓരോ ക്ലാപ്പന്മാരും ഒന്ന് പറഞ്ഞിട്ട് പോകുന്നത് ആ കൊച്ചിന് ഗവൺമെന്റ് ജോലി കിട്ടാന് അവള് കമ്മിണിയാണ്, അവള് തേങ്ങാക്കൊലയാണ്, മറ്റേതാണ്. എടാ, നിന്റെയൊക്കെ പാർട്ടി വെറുതെ ആണോ 10 വർഷം പുറത്തിരുന്നത്? മുസ്ലിം ലീഗിന്റെ ഉന്നതപ്പെട്ട നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ അണികളെ നിയന്ത്രിച്ചിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ അണികളെ നിയന്ത്രിക്കണം. കാരണം പല ടീമും ഇതുപോലെ വന്ന് സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ആ കുടുംബത്തിനെ വന്ന് പറഞ്ഞിട്ട് പോകുന്നത്. സഹിക്കൂല. നമുക്കിത് കാണുമ്പോൾ നമുക്ക് ഒരു ഇന്ത്യയിലെ പൗരൻ എന്ന നിലയിൽ നമുക്കത് സഹിക്കത്തില്ല. മോളെ, നമുക്കൊന്നും നീതി കിട്ടത്തില്ല, നിങ്ങൾക്കൊന്നും നീതി കിട്ടത്തില്ല. കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ്. മിനിമം മോളെ നിങ്ങളൊരു VIP ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ കൂടെ ഒരു 10-15 പേരെ അല്ലെ കാണാതെ പോയിരിക്കണം. അതും അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു ഇലക്ഷൻ കാണണം. ഇതൊന്നും ഇല്ലാത്തിടത്തോളം കാലം ഒരു പരിഗണനയും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമ്മൾ സാധാരണക്കാർക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയോ ചെയ്യരുത്. അല്ലെ ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്കൊരു കോഫി ഷോപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ജ്വല്ലറി കട വേണം. നിങ്ങളൊരു ജ്വല്ലറി ഉടമയായിരിക്കണം, അല്ലെ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഉടമയായിരിക്കണം, അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരുത്തിനെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കണം, വിരുന്ന് കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട്, നിങ്ങളുടെ അമ്മമാരെയും കൊണ്ട്, നിങ്ങളുടെ സഹോദരങ്ങളെയും കൊണ്ട് നിങ്ങൾ റോഡിൽ കുത്തിയിരുന്ന് മഴ നനയേണ്ട വരും. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. ഈ സിസ്റ്റം ശരിയാക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാക്കന്മാരും വന്നിട്ട് കാര്യമില്ല. കാരണം ഈ സിസ്റ്റം ഇങ്ങനാണ്. അത് നേരെയാക്കാൻ വേണ്ടി ഇവർ ഒരു ശ്രമവും നടത്തുന്നില്ല. പിന്നെ അർജുനായെങ്കി, ഇപ്പൊ കേരളത്തിലെ വലിയൊരു ചർച്ചാ വിഷയമാണ് അർജുനായെങ്കി. എന്റെ പോലീസുകാരെ, എന്റെ ആഭ്യന്തര വകുപ്പേ, നിങ്ങൾ അർജുനായെങ്കിക്ക് വേണ്ടി കേരളം മൊത്തം വല പിരിച്ചെന്നറിഞ്ഞല്ലോ. ഈ വല നിങ്ങൾ ഒരു 8 ദിവസം മുന്നേ ആ കടലിൽ കൊണ്ട് പിരിച്ചിരുന്ന ഈ കാണാതെ പോയ ആൾക്കാരെ കിട്ടുമായിരുന്നു. മനസ്സിലായി? ഈ കാണാതെ പോയ ആൾക്കാരെ നമുക്ക് ജീവനോടെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. ആ ഇല്ലാത്ത ശുഷ്കാന്തിയും ആ ഇല്ലാത്ത ആത്മാർത്ഥതയുമാണ് ഏതോ ഒരു പോലീസുകാരനെതിരെ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്തോ ഒരു അപകീർത്തി പറഞ്ഞതിന് അർജുനായെങ്കിയെ പിടിക്കാൻ നീയൊക്കെ കേരളത്തിൽ മുഴുവൻ വല പിരിച്ചേക്കുന്നത്. വേണമെങ്കിൽ വെടിവെക്കാനൂടെ ഓർഡർ ഇട്ടേക്കും ആഭ്യന്തര വകുപ്പ്. കഷ്ടം തന്നെ, കഷ്ടം. ഇതല്ല ഇപ്പോൾ ജനങ്ങളുടെ പ്രയോറിറ്റി ആയിട്ടുള്ള വിഷയം. ഇതല്ല നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ടത്. ഈ ഒരു ഉരുൾപൊട്ടലിലും ഈ ഒരു മഴയിലും ഈ മഴക്കെടുതിയിലും വെള്ളപ്പൊക്കത്തിലും ഒരുപാട് ആൾക്കാർക്ക് വീടും അവരുടെ സ്ഥലങ്ങളും സ്ഥാപന ജമ്പക വസ്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ ആദ്യം അവർക്ക് ശരിയാക്കി കൊടുക്കൂ. അവരെ ആദ്യം ഒരു കരയിലെത്തിക്കൂ. കാണാതായവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തൂ. കേരളത്തിന്റെ സകലമാന ഫോഴ്സിനെ ഇറക്കി തെരച്ചിൽ നടത്തൂ. സകലമാന എക്യുപ്മെന്റ്സും യൂസ് ചെയ്യൂ. അല്ലാതെ വെറും ഒരു ഗുണ്ടയ്ക്ക് വേണ്ടി, ഒരു ഗുണ്ട എന്തോ ഒരു ഫേസ്ബുക്കിലോ അല്ലെ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ എന്തോ ആർക്കോ വേണ്ടി പറഞ്ഞെന്നും കരുതി കേരള മൊത്തത്തിലെ പോലീസുകാരും വല പിരിച്ചിറങ്ങരുതേ. ആ വല നിങ്ങൾ പോയി കടലിൽ വിരിക്കൂ.
ഇത്രയും രൂക്ഷമായിട്ട് പറയേണ്ടി വരുന്നതിന് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഒരു പോലീസുകാർ എന്റെ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധ സമയത്ത് അദ്ദേഹം വന്ന് പറഞ്ഞ സ്ത്രീ വിരുദ്ധ നിലപാട് നമ്മളെല്ലാരും കേട്ടതല്ലേ? അതോ നീ UDF എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ B ടീം ആയതുകൊണ്ടാണോ അയാളെ അറസ്റ്റ് ചെയ്യാത്തത്? അതുകൊണ്ടാണോ R സുഗതനെ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ജയിലിൽ ചെയ്തു കൊടുക്കുന്നത്? മറുപടി പറയണം. ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം ഈ ഗവൺമെന്റിനെ 102 സീറ്റ് നൽകി ഈ ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ അത് ചെയ്യുക തന്നെ വേണം. ഈ മന്ത്രിസഭ എന്ന് പറയുന്നതും ഗവൺമെന്റ് എന്ന് പറയുന്നതും ജനങ്ങളുടെ സെർവന്റ് ആണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളെ അധികാരം ഏൽപ്പിച്ചത് ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾ അധികാര കസേരയിൽ കയറിയിരുന്ന് ഞാനാണ് വലിയവൻ, ഞാനാണ് തേങ്ങ മാങ്ങ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, തീരദേശ സ്ഥലത്ത് പോയാൽ അറിയാലോ കാര്യങ്ങളെന്ന്. തീരദേശ സ്ഥലത്ത് പോയാൽ എന്താ കുഴപ്പം? പിടിച്ചു വിഴുങ്ങും അവര്. എടാ, വോട്ട് ചോദിച്ച് തെണ്ടി നക്കി പോയല്ലോ അങ്ങോട്ട്. വോട്ട് ചോദിച്ച് നാണം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? അന്ന് നിങ്ങൾക്ക് ഈ പേടിയില്ലായിരുന്നു? കഴിഞ്ഞ മുഖ്യമന്ത്രി പോയപ്പോ കണ്ടില്ലേ? അങ്ങനാണോ വൈകാര്യമായി അവിടുത്തെ ആൾക്കാർ ചിലപ്പോ പ്രതികരിക്കും. അത് വരാതിരിക്കാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. മത്സ്യബന്ധന തൊഴിലാളികളെ, അവരുടെ സിസ്റ്റത്തെയും അവരുടെ കമ്മ്യൂണിറ്റിയെയും അപമാനിക്കുകയല്ല വേണ്ടത്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ്. ദയവായി ഇത് കാണുന്ന പ്രേക്ഷകർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ട സമയമായി. പ്രതികരിക്കണം. ആ 3 കുടുംബത്തിന് വേണ്ടി, ആ സഹോദരികൾ ഭർത്താവിന് വേണ്ടി, ആ കുഞ്ഞിന്റെ അച്ഛന് വേണ്ടി, ആ സഹോദരിയുടെയും സഹോദരന്റെയും അച്ഛന് വേണ്ടി, ആ ഒരു കരഞ്ഞ അമ്മയില്ലേ, അവിടെ നിന്ന് കരഞ്ഞൊരു അമ്മ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നവർ, അവരുടെ മകന് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തിയേ പറ്റൂ. അല്ലാത്ത പക്ഷം ഈ പാർട്ടി അടിമകൾ അവരെ വെറും സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീർത്തതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, എൻ്റെ ഒരു രോക്ഷം കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു പോയതാ. എന്തെങ്കിലും വാക്കുകളിലോ എന്തെങ്കിലും ഒരു ഇതിലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിരുപാധികം ഖേദം ഞാൻ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.